ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഒരുപാട് നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ ഒരു ശനിയാഴ്ച വ്ലോഗാണ്. ഞാനിപ്പം രാവിലെ ജാനുട്ടി എണീക്കുന്നതിന് മുന്നേ തന്നെ വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ ഞാൻ എണീറ്റതും കൂടെ തന്നെ ജാനുട്ടി എണീറ്റു. ഇവിടെ താഴെ നിപ്പുണ്ട്, എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചപ്പാത്തി 2-3 പരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും ചുട്ടെടുക്കാമല്ലോ. പിന്നെ ചപ്പാത്തിക്ക് കുറുമക്കറിയാണ്. അത് ഞാൻ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു. കാരണം രാവിലെ ഒന്നും എന്തായാലും ഇതൊന്നും നടക്കില്ല, ജാനുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജാനുട്ടിയൊക്കെ ഉറങ്ങിയതിന് ശേഷം ഇതേപ്പോഴത്തേക്കും ജാനുട്ടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഒറ്റ കൈ കൊണ്ടൊക്കെയാണ് പരത്തണത്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും എണീറ്റിട്ടില്ല. ജാനുട്ടി ഇപ്പം എൻ്റെ കൂടെ നേരത്തെ എണീറ്റത് കൊണ്ട് പിന്നെ ഞാനിപ്പം ഒറ്റ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും വേഗം ചപ്പാത്തി ഉണ്ടാക്കാം. ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ കഷ്ണം ജാനുട്ടിൻ്റെ കയ്യിൽ കൊടുത്താൽ പിന്നെ അതുകൊണ്ട് ഇരുന്നോളും. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം ഞാൻ. ഈ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. നമ്മൾ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതൊരു ആവി വെച്ചിട്ടങ്ങ് നമ്മൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ പഠിച്ചത് തന്നെ പൂനെയിൽ പോയപ്പോഴാണ്. അവിടുത്തെ ഫ്രണ്ട്സൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ, അപ്പോൾ അവരാണ് പറഞ്ഞു തരിക ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും പരത്തുന്ന രീതിയൊക്കെ ഭയങ്കര വ്യത്യാസമൊക്കെ ആയിരുന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിപ്പം കുറുമയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എല്ലാവരും. പിന്നെ നമ്മൾക്ക് ചെടികളൊക്കെ നനയ്ക്കാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ജാനുട്ടി എൻ്റെ കയ്യിൽ തന്നെ കേട്ടോ. ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എല്ലാവരും എണീറ്റിട്ടുണ്ട്, പക്ഷേ ആരാണോ ചെടി നനയ്ക്കുന്നത് അവരുടെ കയ്യിലായിരിക്കും ജാനുട്ടി പോകുന്നത്. കാരണം വെള്ളത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൽ തൊടുക, വെള്ളത്തിൽ കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെടി നനയ്ക്കുന്നവരുടെ അടുത്ത് തന്നെ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ ആയിരുന്നു ആദ്യമൊക്കെ ചെടി നനയ്ക്കാനൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും ആ റുട്ടീനൊക്കെ മാറി. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെടി നനയ്ക്കുന്നത്. പിന്നെ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ 2 നേരവും നനയ്ക്കും, വൈകുന്നേരവും നനയ്ക്കലുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പിന്നെ പാത്രം കഴുകൽ പണിയാണ്. അപ്പോൾ ഈ സമയത്ത് ഏട്ടനും വിക്കിയും കൂടിയിട്ടാണ് ജാനുട്ടിനെ മാനേജ് ചെയ്തുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പം പിന്നെ കുഴപ്പമില്ല, അവരുടെ കൂടെ ഇരുന്നോളും. അല്ലാത്ത സമയത്ത് വർക്കിംഗ് ഡേ ഒക്കെ ആകുമ്പോഴാണ് കുറച്ച് കഷ്ടം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജാനുട്ടി ഉറങ്ങുന്ന ടൈം വരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ. പിന്നെ കളിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കും, അത് കഴിയുമ്പോൾ ബോറടിക്കും. എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ, ഒരു സാധനം ഇത്തിരി നേരം കളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് വേണ്ട. ഇപ്പോഴത്തെ പുതിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു പാത്രവും ഒരു സ്പൂണും കൊടുത്താൽ മതി, അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നോളും, കുറച്ച് കൂടുതൽ നേരം തന്നെ ഇരുന്നോളും. അതുകൊണ്ട് ആ ഒരു ടൈമിലാണ് ഞാനിപ്പം ഇങ്ങനെ ബാക്കിയുള്ള പരിപാടികളൊക്കെ വർക്കിംഗ് ഡേയ്സിൽ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾക്കിനി ലഞ്ചിൻ്റെ പരിപാടിയും കൂടെ നോക്കാം. ഇന്നിപ്പം പുറത്ത് പോകാനുണ്ട്, അപ്പോൾ അതിന് മുന്നേ വേഗം ലഞ്ചൊക്കെ റെഡിയാക്കി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പതിവ് പോലെ കോവയ്ക്കാണ് നമുക്ക് ഇന്നും. വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ കോവയ്ക്ക ആവുന്നു. അതങ്ങനെ ആക്സിഡൻ്റലി ആയി പോണതാണ്, അല്ലാതെ എപ്പോഴും കോവയ്ക്കല്ല കേട്ടോ ഇവിടെ. അപ്പം കോവയ്ക്ക ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് സിമ്പിളായിട്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. പിന്നെ നമുക്ക് ചാറിനായിട്ടെന്ന് വെച്ചാൽ ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് മുരിങ്ങക്കായും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. മുരിങ്ങക്കായും പരിപ്പും കൂടെ ജസ്റ്റ് ഒരു വിസിൽ വെച്ചതാണ്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് കലക്കി ഒഴിച്ച് ഇപ്പോൾ നമ്മൾക്ക് എന്തായാലും കറി താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങ
മുരിങ്ങക്കായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോവയ്ക്കയും കൂടെ പെട്ടെന്ന് വറുത്തെടുക്കാം. ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല രസമുണ്ടാവും. അപ്പോൾ അതിലോട്ട് നമ്മൾ കോവയ്ക്കയിൽ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂടെ തിരുമ്മി വെച്ചത് ചേർക്കാം. പിന്നെ ഇതിനകത്ത് ഗരം മസാലയോ അല്ലെങ്കിൽ സാമ്പാർ മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മസാല എക്സ്ട്രാ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ ചില സമയത്തൊക്കെ അങ്ങനെ ചേർക്കാറുണ്ട്. ഇത് പിന്നെ ഞാൻ ഒരുപാട് വറുത്തെടുത്തില്ല, ജസ്റ്റ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തു. പിന്നെ അതേ നമ്മുടെ ചോറൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണ് കഴിക്കാനായിട്ട് നമ്മൾക്ക് ചെറുപയർ ഉപ്പേരി ഉണ്ട്. അത് തലേ ദിവസത്തെയാണ്, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്താണ് ഉച്ചയൂണിന്. പിന്നെ നമ്മുടെ കോവയ്ക്ക ഫ്രൈയും അതുപോലെ മുരിങ്ങക്കായൻ്റെ കറിയും അച്ചാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അടിപൊളിയായതിന്. പക്ഷെ അച്ചാർ തീർന്നു പോയി. അപ്പോൾ പിന്നെ അച്ചാറൊന്നും ഇല്ലാതെ നമ്മളപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്താ ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഏട്ടന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്കൻ മറ്റേ റെഡ് ക്രോസ് ഉണ്ടല്ലോ, അതിൻ്റെ ബ്ലഡ് ഡൊണേഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പം ഏട്ടനത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ പോയി. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കുന്ന ദിവസം കൂടെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളെയും കൂടെ ഇട്ട് കാണിക്കാമല്ലോ ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അല്ലാതെ ആണെങ്കിൽ ഏട്ടൻ തന്നെയാണ് മിക്കവാറും പോകാറുള്ളത് നേരത്തേക്ക്. ഇത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നടന്ന് വരാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് നമ്മുടെ BP അതുപോലെ ഷുഗർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം എല്ലാം ഓക്കെ ആണെങ്കിലാണ് നമ്മുടെ ബ്ലഡ് എടുക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒത്തിരി പേര് വരാറുണ്ട്. നമ്മളിപ്പം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് വന്നതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുന്നത് തിരക്കൊക്കെ കുറവായിരുന്നു. ഇല്ലെങ്കിൽ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല ഫുള്ളായിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. എനിക്ക് പിന്നെ ഇവരുടെ ഈ ബ്ലഡ് എടുക്കുന്ന സൂചി കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സാധാരണ നമ്മുടെ ഡോക്ടറൊക്കെ ഹോസ്പിറ്റലിൽ എടുക്കുന്ന ആ ഒരു നീഡിലും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് ഭയങ്കര വലുതാണ്. പിന്നെ ഒരുപാട് എമൗണ്ട് ഇതെടുക്കുന്നുണ്ടല്ലോ, ബ്ലഡ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ സൂചി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ബ്ലഡ് എടുത്തു കഴിഞ്ഞ് അത് ഡൊണേറ്റ് ചെയ്ത് അത് ഹോസ്പിറ്റലിൽ എത്തി അത് ഒരാൾക്ക് കൊടുത്ത് ആ ഒരാളുടെ ഒരു ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു മെസ്സേജ് മെയിലൊക്കെ വരും, ഒരു സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ. അപ്പം അത് കിട്ടിക്കഴിയുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക സന്തോഷമാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്ലഡ് കാരണം ഒരാളുടെ ലൈഫ് തന്നെ നമ്മൾക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് അറിയുമ്പോൾ നമ്മൾക്കതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ അതേ ബ്ലഡൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇവരിവിടെ നിന്ന് തന്നെ ഭക്ഷണം തരും നമ്മൾക്ക്. അപ്പം ഭക്ഷണം, ജ്യൂസ്, സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഏട്ടൻ കഴിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ പാഴ്സലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡിന്നറിന് ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട. പാസ്തയാണ് കേട്ടോ. പാസ്ത മീറ്റ് ബോൾ പാസ്ത ഉണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള പാസ്ത ഉണ്ട് വെജുകാർക്ക്. സേവിങ് എ ലൈഫ് അല്ലേ? എന്താണ് ഏട്ടന് ബ്ലഡ് കൊടുത്തതിന് ശേഷം ഫീൽ ചെയ്യുന്ന പറ? ഒരു ഹാപ്പിനെസ്, തല കറങ്ങണ്ട. മെസ്സേജ് വരുമല്ലേ നമ്മുടെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ? മെസ്സേജ് മെയിലൊക്കെ വരും. സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? സർട്ടിഫിക്കറ്റ് പോലെ എന്തോ സാധനം മെയിൽ വരില്ലേ? അപ്പോൾ വീട്ടിലെത്തി പിന്നെ വിക്കിക്കുട്ടനും ജാനൂട്ടിയൊക്കെ ഉറങ്ങിയതിന് ശേഷം ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങിപ്പോയി വന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ പിന്നെ ഡിന്നറിൻ്റെ വ്ളോഗൊന്നും എടുക്കാണ്ടിരുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയ പാസ്ത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത്. അപ്പം വിക്കിക്കുട്ടനും ജാനൂട്ടിയൊക്കെ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അപ്പോഴാണ് ചിലപ്പം കുറച്ച് വെബ് സീരീസോ അല്ലെങ്കിൽ മൂവീസൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാണ്. എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കാണാനൊരു രസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താമര വിത്തിനെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്, ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് ബട്ടറൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരുപാട് താങ്ക്സ് എന്നെ ഇവിടെ വരെ കണ്ടതിൽ. ബൈ.